ഇപ്പം പാട്ടല്ലാത്ത അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഇല്ലാത്തൊരു ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഒരു മീ ടൈം എന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും ഈ എനിക്ക് സ്റ്റേജും അങ്ങനെ ഒരു സമയം റെക്കോർഡിങ്സും. ഇഷ്ടമല്ല. ആണോ? ഓക്കെ. മീ ടൈം അങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് നിന്ന് ബഹളങ്ങളൊന്നും വേണ്ട. എനിക്ക് എനിക്ക് ബഹളങ്ങളുള്ളതാണ് എനിക്ക് ഇഷ്ടം ബിസി ആയിട്ടിരിക്കണം എപ്പോഴും. ബിസി നല്ലതാണ്, നമ്മുടെ മൈൻഡ് എപ്പോഴും ബിസി ആയിട്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരുന്ന ഒരു സമയം എന്ന് പറയുന്നത് കോവിഡാണ്. ആ അതിപ്പോ എല്ലാരും ഒരേപോലെ ബാധിച്ച ഒരു സമയമാണ്. നിവർത്തിയില്ല. 2 വർഷത്തിൽ കൂടുതൽ അല്ലേ? അതെ 2019 പകുതി തൊട്ട് ഏതാണ്ട് ഒരു 2022 കഴിഞ്ഞ് നോർമൽ ആയതിനു ശേഷവും ഏറ്റവും ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് എന്റർടൈൻമെന്റ് ആണ്, ആ ഒരു മേഖലയാണ്. അതെ. പിന്നീട് എല്ലാം നോർമലായി കഴിഞ്ഞാലും ഇതായി വരാൻ അല്ല, ആ സമയത്ത് എന്ത് ചെയ്തു? അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാള് നിവൃത്തിയില്ല. അപ്പൊ എൻഗേജ്ഡ് ആവാൻ വേണ്ടി ഞാനൊരു പെറ്റിനെ വാങ്ങി. പപ്പിയുണ്ട്, ഷിറ്റ്സു. ആ സമയത്തുള്ളതാണ് അവൻ. അപ്പൊ അങ്ങനെ ഭയങ്കര ആ സമയത്ത് കൊറേ പേര് ഇങ്ങനെ പെറ്റ്സിനെ വേണ്ടി ഒന്നും ചെയ്യാനില്ല, വീട്ടില് ഒന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ട്രെയിനിലൊക്കെ പോകുന്ന പോലെ ഇങ്ങനെ ഇരിക്കും, ഇടയ്ക്ക് എണീറ്റ് പോകും, ബാത്റൂമിൽ പോകും, പിന്നെ വന്നവിടെ ഇരിക്കും, വേറൊന്നും ചെയ്യാനില്ല. ഞാനങ്ങനെ കുക്ക് ചെയ്യുന്ന ഭയങ്കര കുക്കൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷണങ്ങൾ ചിലരൊക്കെ ആ സമയത്ത് കുറെ പരീക്ഷണങ്ങളും ചക്കക്കുരു വെച്ചിട്ട് എന്തൊക്കെയോ. കറക്റ്റ് അല്ല, അതേ സമയത്ത് എത്രത്തോളം എന്തൊരു കോഫിയൊക്കെ ആ സമയത്ത് ട്രെൻഡിങ് ആയിരുന്നല്ലോ. ആണല്ലേ? പിന്നെ ഈ ചക്ക വിഭവങ്ങൾ കുറെ വെറൈറ്റി. ഞാൻ അങ്ങനെയും ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. പിന്നെ എന്ത് ചെയ്യാനാ? അതെ, ആ സമയത്ത് പ്രോഗ്രാംസും കുറവാണ്, പ്രോഗ്രാംസ് ഇല്ല. ആ ഒരു സമയമാണെന്ന് തോന്നുന്നു ഞാൻ വെറുതെ ഇരുന്നത്. അല്ലാത്ത സമയം എപ്പോഴും പുറത്തു പോകാനും എനിക്ക് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത്, അതാണ് എനിക്കിഷ്ടം. വെറുതെ ഒരു ദിവസം ഇപ്പം അടുപ്പിച്ച് കുറച്ച് ഇപ്പം ഹസ്ബൻഡ് എപ്പോഴും എന്നെ കളിയാക്കി മറ്റുള്ളവരോടൊക്കെ പറയാറുണ്ട്, വെറുതെ ഇരിക്കില്ല. 2 ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാണ്. എപ്പോഴും പ്രോഗ്രാം എന്തെങ്കിലും ഉള്ളതാണ് നല്ലത്. ഈ ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സ് കുറവാണ്. അങ്ങനെ ഹാങ് ഔട്ട് അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, നിങ്ങളുടെ സിംഗേഴ്സിന് ഇപ്പൊ സമം എന്നൊരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അങ്ങനെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എല്ലാരെയും കാണും, അല്ലാതെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ഥിരം നമ്മള് ഒരുമിച്ച് ഷോസ് ചെയ്യുന്നവരെ സ്ഥിരമായിട്ട് കാണും. അല്ലാതെ അങ്ങനെ ഒരു ഫ്രണ്ട്സിന്റെ ആളല്ല, അങ്ങനെ ഒരു ഇല്ല, കുറവാണ്.